हो तुम्ही हो बंधु सगा तुम्ही हो माता पिता तुम्ही हो बंधु सगा तुम्ही हो साथी तुम्ही सहा। आदरणीय अध्यापक बंधु हो, मेरे प्यारे दोस्तों, सबको मेरा नमस्कार। आज हम सुरीली हिंदी नामक एक कार्यक्रम में भाग ले रहे हैं। हिंदी भाषा को हमें सरल और इजीली बनाने के लिए कैसे आस्वादन की जरूरत है। कोविड महामारी में फंस गई ऑनलाइन की सीरीज पढ़ रहे थे, लेकिन हमें स्कूल आकर पढ़ना और खेलना इतना ज्यादा मजा दूसरा कोई नहीं। मेरा दाहित है प्रोग्राम में आए सबको स्वागत करता। पहले ही मेरा हमारी आदरणीय गुजरां को स्वागत करता हूँ और मेरा साथियों सभी दर्शकों को इस कार्यक्रम की और मेरा भाषण समाप्त करता हूँ। धन्यवाद। ഓൺലൈൻ മുഖേന പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് സ്കൂളിൽ വന്ന് പഠിക്കുക, കളിക്കുക എന്നതിലുപരി മറ്റൊന്നുമില്ല. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ ആദരണീയായ എച്ച്.എം. ശ്രീ ജോർജ് സാറിനെയും ഉദ്ഘാടനം ചെയ്യാനെത്തിയ ശ്രീ ബിനു സാറിനെയും വേദിയിലുള്ള മറ്റെല്ലാവരെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട ചീഫ് ജസ്റ്റിസിനെയും പരിപാടി വീക്ഷിക്കാനെത്തിയ എല്ലാവരെയും ഈ സുരളി ഹിന്ദി പ്രോഗ്രാമിലേക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. हमारे माननीय प्रधान अध्यापक श्री जो सर को सादर आमंत्रित करती हूँ. വേദിയിലിരിക്കുന്ന ബഹുമാന്യ PTA പ്രസിഡന്റ് ശ്രീ വി സലീം, നമ്മുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കരിങ്കുറ്റി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹിന്ദി അധ്യാപകനും അറിയപ്പെടുന്ന ഗായകനും നാടൻപാട്ട് കലാകാരനും ആയ ശ്രീ ബിനു സാർ, മറ്റ് കുട്ടികളെ, പ്രിയ സഹപ്രവർത്തകരെ, മക്കളെ, നമ്മളിന്ന് സുരീലി ഹിന്ദി പ്രോഗ്രാം കുറെ കാലം കൂടിയല്ലേ ഇങ്ങനെ ഹാളിലിരിക്കുന്നത് അല്ലേ? എല്ലാവരും ഒന്നിച്ച് ഹാളിൽ വന്ന ഒത്തിരി കാലം കൂടിയിട്ടല്ലേ? അപ്പൊ ഈ സുരീലി ഹിന്ദി പ്രോഗ്രാം അങ്ങനെ ഒരു അവസരം നൽകിയിരിക്കുകയാണ്. സർവശിക്ഷ കേരള വിഭാവനം ചെയ്ത ഒരു പദ്ധതിയാണ് സുരീലി ഹിന്ദി. സുന്ദരം ലളിതം, അതാണ് സുരീലി എന്ന വാക്കിന്റെ അർത്ഥം. ഹിന്ദി ഭാഷ മനോഹരമാണ്, ബഹുത് സുന്ദർ ഹെ, അല്ലെ? ഈ മനോഹരമായ ഭാഷയെ മനോഹരമായി ലളിതമായി ആസ്വദിച്ച് പഠിക്കാൻ വേണ്ടി സർവശിക്ഷ കേരള നമുക്ക് വേണ്ടി നൽകിയ പ്രോഗ്രാമാണ്. അപ്പൊ ആ പ്രോഗ്രാമിന്റെ ഒരു പരിപാടിയാണ്, അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന്റെ നമ്മുടെ കുറച്ച് നാളായിട്ടുള്ള ആഘോഷത്തിന്റെ ഒരു അവസാന ഭാഗം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്ലാസ്സുകളിൽ തുടർന്നു പോകുന്ന പരിപാടിയാണ് സുരീലി ഹിന്ദി. എല്ലാവർക്കും സുരീലി ഹിന്ദിയിൽ അവസരം കിട്ടിയോ? കിട്ടാൻ പോവുക. അതിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ക്ലാസ്സുകളിൽ നടക്കാൻ പോകുന്നത് ഇത്തരം പരിപാടികൾ ആണ്. അപ്പോ രസകരമായിട്ട് ഹിന്ദി പഠിക്കാൻ വേണ്ടി ഉള്ള ഈ പരിപാടിയിൽ എല്ലാ കുട്ടികളും നന്നായി പങ്കെടുക്കണം. വളരെ സന്തോഷം. അപ്പൊ ഈ പരിപാടിയിൽ എല്ലാ കുട്ടികളും നന്നായി പങ്കെടുക്കുക, നന്നായി ആസ്വദിക്കുക, ഹിന്ദി ഭാഷയുടെ സ്നേഹം വളർത്തിയെടുക്കുക. എല്ലാ ഭാഷകളും മനോഹരമാണ്, എന്നാൽ പ്രത്യേകിച്ച് ഹിന്ദി നമ്മൾ 5ാം ക്ലാസ് മുതൽ മാത്രമേ പഠിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് അതിനോട് സ്നേഹം വളർത്തിയെടുത്ത് നന്നായി പഠിക്കുക. എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് എന്റെ വിവരണ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിനായി 7B ക്ലാസ്സിലെ മുഹമ്മദ് അമാനിനെ ക്ഷണിക്കുന്നു. माननीय शिक्षक बंधुओं, मेरे प्यारे दोस्तों, सबको मेरा स्वागत प्रणाम। आज हमारे स्कूल में सुरीली हिंदी का प्रोग्राम चल रहा है। हम सारे बच्चे इसलिए खुशी में हैं। हमारे लिए हिंदी सीखने का एक तरीका है यह कार्यक्रम। हमें अच्छे
ढंग से इसमें भाग लें। सबको मेरी ओर से धन्यवाद। हमें इस प्रोग्राम का उद्घाटन करने जा रहे हैं खलीपुर की सरकारी स्कूल का हिंदी शिक्षक और हिंदी अध्यापक मंच के राज्य स्तरीय काउंसलर श्री विनू PS जी, आप कार्यक्रम का उद्घाटन कीजिए। इस मंच के मुख्य आदरणीय व्यक्तियों, खासकर PTA प्रेसिडेंट, आप लोगों के हेडमास्टर और यहाँ के अध्यापक लोग, और मेरे सामने बैठे हुए हिंदी सुनकर ऐसे बैठे हुए प्यारे बच्चों, सबको मेरा प्रणाम। सुरीली हिंदी, आपके HM ने कहा, सुरीली हिंदी का अर्थ है सरल हिंदी। इंग्लिश में सिंपल कहते हैं, सिंपल, बहुत सिंपल है। हम सब भारतवासी हैं। भारत में सबसे अधिक बोलने वाली भाषा है हिंदी। देखिए, सिर्फ भारत में ही नहीं, दुनिया के बोलियों में अथवा दुनिया के भाषा प्रयोग में हिंदी को तीसरा स्थान है। उसका मतलब है हम भारतवासी जो भाषा बोलते हैं वो एक साधारण भाषा नहीं है। दुनिया भर में इस भाषा की बड़ी प्रधानता है। इसलिए हम सब, हमारा दायित्व है, अथवा मलयालम में हमारा उत्तरवादित्व है, हिंदी पढ़ना, हिंदी बोलना, हिंदी समझना। നിങ്ങൾക്ക് ഹിന്ദി പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ കുട്ടികളെ? ഞാൻ പറഞ്ഞതെന്താന്ന് മനസ്സിലായോ? അങ്ങനെ മനസ്സിലായെങ്കിൽ ഞാനിപ്പോ എന്താ പറഞ്ഞതെന്ന് ആരെങ്കിലും പറയോ? ഹിന്ദിക്ക് എത്രാമത്തെ സ്ഥാനമാണ് ലോകത്തുള്ളതെന്ന് അറിയോ നിങ്ങൾക്ക്? അറിയോ എത്രാമത്തെ സ്ഥാനമാണ്? കുറച്ച് ആൾക്കാർ പുറകിൽ ഇരിക്കുന്ന ആൾ കേട്ട് പറഞ്ഞു, 2 അല്ല, 3ാമത്തെ സ്ഥാനമാണ്, तीसरा स्थान। ആ 3ാമെന്ന് പറഞ്ഞവർക്കൊക്കെ ഒന്ന് കൈകളിൽ കൊടുത്തേ. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഒരു സാധാരണ ഭാഷയല്ല. അപ്പൊ ഇതിനെ എങ്ങനെ പഠിക്കണം? നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ മാത്രമാണ് ഹിന്ദി പഠിക്കാൻ കുറച്ച് മടി കാണിക്കുന്ന ആൾക്കാർ. പക്ഷെ ഇവരൊക്കെ ഹിന്ദി പഠിക്കും. എപ്പോഴാണ് പഠിക്കാന്നറിയോ? നിങ്ങളുടെ വീട്ടിൽ ഗൾഫിലുള്ള ആൾക്കാരുണ്ടോ? ഗൾഫിൽ പോയ ആൾക്കാരുണ്ടോ? അതാ വേണ്ടൊന്ന് കൈ പൊന്തിച്ച് കാണട്ടെ. അവരുടെ വീട്ടിൽ ഉപ്പയും ഉമ്മയും ആരൊക്കെയൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഹിന്ദി പറയില്ലേ? അവർക്ക് നന്നായിട്ട് ഹിന്ദി അറിയില്ലേ? സ്കൂളിൽ നിന്ന് പഠിച്ചാണോ? കൈ താത്തിക്കോ. സ്കൂളിൽ നിന്ന് പഠിച്ചാണോ അവര്? അല്ല, പിന്നെ എവിടുന്നാ പഠിച്ചത്? അവര് ദുബായി പോയിട്ടാണ് പഠിച്ചത് അല്ലേ? എങ്ങനെ പഠിച്ചു? എന്തുകൊണ്ടാ? അതിന് കാരണം എന്താ? അവിടെ ഹിന്ദി അല്ലാണ്ട് വേറൊരു സാധനം കൊണ്ട് രക്ഷയില്ല, ഒന്നും പറയാൻ പറ്റില്ല. ടീക്കേ, അറബിയുണ്ട്. പക്ഷെ അറബിയേക്കാൾ കൂടുതൽ അറബികൾ പോലും എന്താ പറയാ? ഹിന്ദിയാണ് പറയാ. അപ്പൊ നമുക്ക് രക്ഷയില്ലാതെ വരും, നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് നമ്മൾ എന്ത് പഠിക്കുക? ഒരു ഭാഷ പഠിക്കുക. ഹിന്ദി അല്ല, ഏത് ഭാഷയാണെങ്കിലും അങ്ങനെ പഠിക്കുക. നമ്മൾ മലയാളം ഇങ്ങനെ കേട്ട് പഠിച്ചു അല്ലേ? കുറെ കേട്ടതിന് ശേഷമാണ് നമ്മൾ മലയാളത്തിലെ ഒരു വാക്ക് പറയുക. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഉപ്പയോ അല്ലെങ്കിൽ മാമന്മാരോ ഒക്കെ ഗൾഫ് പോയിട്ടാണ് ഹിന്ദി പഠിച്ചതെങ്കിൽ ഇനി അങ്ങനെ പോരാ. നമ്മുടെ നാട്ടിലുള്ള ഹോട്ടലുകളിലും നമ്മുടെ വീടുകളിലും പണിയെടുക്കുന്നുണ്ട്. ഇപ്പൊ സ്കൂളിൽ തന്നെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ ഏത് ഭാഷയെ സംസാരിക്കാൻ ജോലി എടുക്കുന്ന ആൾക്കാര് കേട്ടില്ല? അവര് ഹിന്ദിയാണ് പറയുന്നത് അല്ലെ? ഹിന്ദിയോട് സാമ്യമുള്ള ഭാഷയാണ് പറയുന്നത്. അപ്പൊ അവരോട് പോലും നമുക്ക് സംസാരിക്കണമെങ്കിൽ ഈ ഭാഷ ആവശ്യമാണ്. അപ്പൊ വളരെ സിമ്പിളായ, വളരെ സരളമായ, നല്ല സാഹിത്യമുള്ള, ഒരുപാട് സാഹിത്യകാരന്മാരുള്ള
വലിയ സാഹിത്യ സമ്പത്തുള്ള ഒരു ഭാഷയാണ് ഹിന്ദി. നിങ്ങൾക്ക് ഇതൊന്നും ഇങ്ങനെ വലിയ പ്രസംഗമൊന്നും കേൾക്കാൻ താല്പര്യമില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഒരു പാട്ട് പാടിത്തന്നെ, സിനിമ പാടൊന്നുമല്ല. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങള് 5ലും 6ലും 7 വരെയാണ് ഇവിടെ പഠിക്കുക അല്ലെ. ഇത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു സ്കൂളിലേക്ക് 8ാം ക്ലാസ്സിലേക്കൊക്കെ പോകും പോലെ. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് 8, 9, 10 ക്ലാസ്സുകളിലേക്കൊക്കെ ആവശ്യമുള്ള ഒരു കാര്യം നമ്മൾ മറന്നു പോവാതിരിക്കാൻ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണ് അല്ലെ. അപ്പോ പാട്ടിലൂടെ ഓർത്തു വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഞാൻ പറയട്ടെ. ഞാൻ പറയുമ്പോൾ അത് തിരിച്ചും കൂടെ പറയണം, ഞാൻ പറയുന്ന പോലെ. റെഡിയാണോ എല്ലാവരും? ഇവിടെ ആരൊക്കെയോ വർത്താനം പറയുന്നുണ്ട്, അവരൊക്കെ റെഡിയാണോ? ആണോ? ഹിന്ദിയില് ആ യെസ് എന്നെങ്ങനെ പറയാ? യെസ് എന്ന് ഉത്തരം പറയണമെങ്കിൽ ജി എന്ന് പറഞ്ഞാൽ മതി. എന്താ പറഞ്ഞാൽ മതി? അല്ല വേണ്ടെന്നൊക്കെയാണെങ്കിലോ നെയ്. അപ്പൊ ഇനി ഞാൻ ചോദിക്കുന്നവരൊക്കെ മറുപടി പറയോ? ആന്ന് പറഞ്ഞാൽ മതിയോ? ഒരു ഭാഷ പഠിക്കണമെങ്കിൽ പ്രയോഗിക്കണം. ठीक है എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷിൽ ഓക്കെ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയണം? യെസ് എന്ന് പറയില്ല. അപ്പൊ അതിന് പകരം എന്താ പറയാ നമ്മള്? ജി. അപ്പൊ കിട്ടുന്ന അവസരത്തിലൊക്കെ നിങ്ങൾ ഹിന്ദി പ്രയോഗിച്ച് പഠിക്കണം. ठीक है तो मैं गाना गाऊं, आप मुझको गा के देंगे? ഒന്നും മനസ്സിലായില്ല, എന്നാലും ചെയ്യുന്നു പറഞ്ഞല്ലോ, സന്തോഷം. ഞാൻ പാടുന്ന പോലെ ഇങ്ങോട്ട് പാടിത്തരാം കേട്ടോ. കുറച്ച് സമയം തരൂലേ? പാട്ട് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് പറയേണ്ടത്, അല്ലെങ്കിൽ പാടേണ്ടത്. മേ തൂ തും, ഒന്നുകൂടെ. മേ തൂ തും ഹം ആപ്, മേ തൂ തും हम आप वो ये. എല്ലാവരും പാടണം. वो ये वे ये कौन कोई जो मैं तू तुम हम आप वो ये वे ये कौन कोई जो. ഇതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതിലുള്ള പറഞ്ഞ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? മേ കേട്ടില്ല, തൂ കേട്ടില്ലേ, തും കേട്ടില്ലേ? ഇതിനൊക്കെ പേരാണ്, ഇതിനൊക്കെ സർവനാമം എന്ന് പറയാ. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ അധ്യാപകര് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈ പാട്ട് ഓർത്തു വെക്കണം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പാടിക്കൊണ്ടിരിക്കണം. അപ്പൊ എങ്ങനെ തുടങ്ങിയതൊന്ന് പാടി ഞാൻ കേൾക്കട്ടെ. हम आप वो ये वे ये कौन कोई जो. ഓക്കെ, നിങ്ങളുടെ സാറിനോട് ഇത്രയും സാധനം ഒന്ന് എഴുതി തരാൻ പറയാം. സാർ എഴുതി തരും, അത് നോക്കി നിങ്ങൾക്ക് വായിക്കാം, പാടാം. ഇതൊരു പാട്ട്. ഇനി കുറച്ച് സ്പീഡിലുള്ള വേറൊരു പാട്ടുണ്ട്. റെഡിയല്ലേ? അത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനമാണ്. അതിന് പ്രത്യേകം എന്നാണ് പറയുക. അതിന്റെയൊക്കെ കാര്യങ്ങളൊക്കെ സാറ് നിങ്ങൾക്ക് പറഞ്ഞു തരും. സമയക്കുറവുകൊണ്ടാണ് കുറച്ച് സ്പീഡാക്കിയിട്ട് പറയാം. പാട്ട് പാടല്ലേ? എന്റെ കൂടെ പാട്ട് കേട്ടോ. ഞാൻ ഒരു നാടൻപാട്ടുകാരനൊക്കെ നിങ്ങളുടെ മാസ്റ്റർ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നാടൻപാട്ടിന്റെ ശൈലിയാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ലാലേ 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 പഠിക്കേ. ലാലേ 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 ഇനിയുള്ളത് കേട്ടിട്ട് പാടണം. കാ കേ കി കോ സേ നെ മേ പർ. ഇത്ര സാധനമാണ് പാടുന്നത്. കാക്കേ കി കോ സേ നെ മേ പർ
ഒന്നുകൂടെ കാക്കേ की कोसेने में पर ला ला ले ला ला ले ला ले ला 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 ले ला ला ले ला ले काके की कोसेने में पर काके की कोसेने में पर इन्हें ला ला ले ला ला ले ला ले ला 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 ले ला ला ले ला ले ഇഷ്ടപ്പെട്ടോ? ഓക്കെ. അപ്പൊ നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു വെക്കാൻ, ഓർത്തു വെക്കാൻ എളുപ്പത്തിൽ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ ഉതകുന്ന ഒരു രീതിയാണ് നേരത്തെ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് പറഞ്ഞ ആ സാധനം. അതിന്റെ പേരെന്താ? ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന കാര്യം എന്താണ്? സുരീലി. സുരീലി അല്ല, ഷോർട്ട് അല്ല, സുരീലി ഹിന്ദി. എല്ലാവർക്കും ഹിന്ദി ഇഷ്ടമാണോ? ഓക്കെ. നിങ്ങൾക്ക് കുറെ പാട്ടുകൾ പഠിക്കാൻ വേണ്ടി സാറ് പറഞ്ഞു തന്നിട്ടില്ലേ, അയച്ചു തന്നിട്ടില്ലേ? ഓക്കെ, അതൊക്കെ പഠിച്ചോ? അപ്പൊ വീണ്ടും കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇവിടെ ഇരുന്നത് ജി എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ ആ എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞാൽ മതിയോ? പോരാ. ടീക്കേ. അപ്പോ നമ്മുടെ സ്കൂളില് വളരെ ഭംഗിയായിട്ട് ഈ സുരീലി ഹിന്ദിയുടെ കാര്യം ഒക്കെ സെറ്റാക്കി കുട്ടികളൊക്കെ പ്രോഗ്രാമിന് തയ്യാറായിട്ടിരിക്കുകയാണെന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഈ വിദ്യാലയത്തിലെ അധ്യാപകരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ നിങ്ങളോട് പറഞ്ഞു കൊടുക്കട്ടെ. നമ്മളിപ്പോ 5ാം ക്ലാസ് മുതലാണ് ഹിന്ദി പഠിക്കുന്നത് അല്ലെ? ഇനി അധികം വൈകാതെ തന്നെ നമുക്ക് 1ാം ക്ലാസ് മുതൽ ഹിന്ദി പഠിക്കാനുള്ള അവസരം ഉണ്ടാകും. അതിനുള്ള പ്രപ്പോസലൊക്കെ ഹിന്ദി അധ്യാപക് മഞ്ച് എന്ന് പറയുന്ന വലിയൊരു സംഘടനയുണ്ട് ഹിന്ദി അധ്യാപകരുടെ. നിങ്ങളുടെ സാറും ടീച്ചറും ഒക്കെ അതിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ്. അവരെല്ലാവരോടും കൂടിയിട്ട് നമ്മൾ സർക്കാരിലേക്ക് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. അത് മിക്കവാറും അംഗീകരിക്കും. അങ്ങനെയാണെങ്കിൽ അധികം താമസിക്കാതെ തന്നെ നമുക്ക് 1ാം ക്ലാസ് മുതൽ ഹിന്ദി പഠിക്കാനുള്ള അവസരം ഉണ്ടാവും. അപ്പൊ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമാവും ഹിന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ഹിന്ദി. ധന്യവാദം. താങ്ക് യു സാർ. ലോക അറബിക് ഭാഷാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ അറബിക് ക്വിസ് മത്സരത്തിൽ സ്കൂൾ തലത്തിൽ 1ാം സ്ഥാനം നേടിയ 5C ക്ലാസ്സിലെ മുഹമ്മദ് റസീൻ എന്ന വിദ്യാർത്ഥിക്ക് ഹിന്ദി ക്ലബ് ഒരു മൊമെന്റ് നൽകുന്നു. അത് സ്വീകരിക്കുന്നതിനായി മുഹമ്മദ് റസീനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൊമെന്റ് നൽകുന്നതിനായി ബഹുമാനിയായ ശ്രീ വിനു സാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി സെപ്റ്റംബർ 14 ഹിന്ദി ദിനത്തോടനുബന്ധിച്ച് നടത്തിയ ഓൺലൈൻ ഹിന്ദി കയ്യെഴുത്ത് മത്സരം ജില്ലാ തലത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ 7C ക്ലാസ്സിലെ നാജിയ ഷെരീഫ് മൊമെന്റ് ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലെത്തുക. അത് നൽകുന്നതിനായി ശ്രീ സുരേഷ് കുമാർ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാരും വന്നിട്ട് ഹിന്ദിയിലൊക്കെ പറഞ്ഞു പോയില്ലേ? നമ്മളിപ്പോ എന്താ ചെയ്യാം? ഞാനിപ്പോ എന്താ ചെയ്യാം? മലയാളത്തിൽ പറയണോ, ഹിന്ദിയിൽ പറയണോ? മലയാളം മതി, ഹിന്ദി വേണ്ട. എന്താ? നമ്മുടെ HM ജോസ് സാറ്, അതിന് നമ്മുടെ ഈ പരിപാടി സുരഭി ഹിന്ദി ഉദ്ഘാടനം ചെയ്ത സുരേഷ് സാറ്, മറ്റു ടീച്ചേഴ്സ്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ. സുരഭി ഹിന്ദി എന്താന്നുള്ളതൊക്കെ പിന്നെ നമ്മുടെ വിനു സാറും നമ്മുടെ HM ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു. कितना जल्दी हिंदी सीखने के लिए वो कितना जल्दी हिंदी पढ़ सकते हैं, इसके एक मार्क वो
कैसा पढ़ना चाहिए, कैसा लिखना चाहिए, ये तुम लोगों को सीखने के लिए ये सुरभि हिंदी, इसका मतलब यही है सुरभि हिंदी। हमारा प्रदीप सर ने कहा गल्फ पे गया तो मतलब अरब कंट्री पे कोई भी गया उन लोगों को हिंदी जरूर सीखेगा। उन लोग अरबी लोग भी हिंदी बात करता है। दुनिया पे हर जगह पे हिंदी, इंडिया आदमी सिर्फ हिंदी आदमी नहीं है, फिर दूसरा अलग अलग राज्यों का आदमी लोग भी हिंदी से बात करता है। मैं हिंदी कैसे सीखा पूछा तो നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്താ മനസ്സിലാകുന്നുണ്ടോ? ഇല്ല. അപ്പൊ സാധനം പറയുന്ന പോലെ ആയിരിക്കില്ല നമ്മളെ ഹിന്ദി. ഞാൻ പറഞ്ഞു തരുന്നത് എന്റെ ഉപ്പാനെ ഒരു ഹോസ്പിറ്റൽ, ഉപ്പാന്റെ ഒരു ആവശ്യം, പിന്നെ ഒരു ഓപ്പറേഷൻ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബാംഗ്ലൂര് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അപ്പൊ ബാംഗ്ലൂര് അത് കർണാടകയാണ്. കർണാടകത്തിൽ എന്താണ് അവിടുത്തെ ഭാഷ? കർണാടകത്തിൽ എന്താ ഭാഷ അവിടുത്തെ? കന്നഡ. പക്ഷെ കന്നഡയാണെങ്കിൽ പോലും അവിടെ ഹിന്ദിയിൽ സംസാരിക്കാൻ പറ്റും. നമുക്ക് ഡോക്ടറെ അടുത്താണെങ്കിലും അവിടെ ഉള്ള ആൾക്കാരുടെ അടുത്താണെങ്കിലും. അപ്പൊ ഹിന്ദി പഠിച്ചു കഴിഞ്ഞാൽ, ഹിന്ദി നമ്മൾ സ്കൂളിലുള്ള പഠിത്തം മാത്രമല്ല, സ്കൂളില് നിങ്ങൾ പിന്നെ നമ്മളെ ഈ ബുക്കിലുള്ള കാര്യങ്ങൾ എഴുതുകയും പഠിക്കുകയും അത് മറ്റു പരീക്ഷകളിലേക്കൊക്കെ പോയിട്ട് അങ്ങനെ മാർക്ക് വാങ്ങിക്കുക എന്നൊരു ഉദ്ദേശം കൂടി മാത്രമല്ല, ഹിന്ദി നമുക്ക് നിങ്ങൾ തമ്മിൽ ഹിന്ദി ക്ലാസ് എടുക്കുമ്പോൾ, ശരിക്കും ഹിന്ദി ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് ഹിന്ദിയിൽ തന്നെ ആയിരിക്കണം. ഹിന്ദി നമുക്ക് ശരിക്കും സംസാരിക്കാൻ പഠിക്കണം. ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഹിന്ദി നമ്മുടെ സിലബസിലുള്ളതും സംസാരത്തിലും വളരെ വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഹിന്ദി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും കൊടുക്കൂല. അപ്പൊ ഈ പരിപാടി നല്ലൊരു പരിപാടിയാക്കി മാറ്റിയിട്ടുണ്ട്. तुम लोग मेरा प्यारे बच्चों, तुम लोग जल्दी से जल्दी हिंदी लिखने का और बात करने का और पढ़ने का सब सीखना चाहिए. ये प्रोग्राम को पीटीए का എല്ലാവിധ ആശംസകളും പീറ്റിയുടെ പേരിൽ ഞാൻ നേർന്നുകൊണ്ട് നിർത്തുന്നു. अगला आशीर्वाद भाषण श्रीजित सर, स्कूल का एसआरसी कन्वीनर. ബഹുമാനപ്പെട്ട പ്രധാനാധ്യാപകൻ ജോസ് സാർ, അതുപോലെ നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി ബിനു സാർ, PTA പ്രസിഡന്റ് സലീംക, മറ്റ് അധ്യാപക സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ഇനി നടക്കാൻ പോകുന്നതാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ഭാഗം. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിച്ച് നിങ്ങളുടെ ക്ഷമയൊന്നും ഞാൻ പരീക്ഷിക്കുന്നില്ല. എല്ലാവർക്കും, നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും, അത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരു നല്ല അനുഭവമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. अब आशीर्वाद भाषण करनी है रेहान टीचर, स्कूल का स्टाफ सेक्रेटरी. സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സുരീലി ഹിന്ദി പ്രോഗ്രാമിന്റെ ഉദ്ഘാടന കർമ്മമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിദ്യാർത്ഥികളും അധ്യാപകരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ദിവസങ്ങളായി ഹിന്ദി അധ്യാപകരും വിദ്യാർത്ഥികളും ഈ പ്രോഗ്രാം, ഇന്നത്തെ ദിവസത്തെ പ്രോഗ്രാമിന് വേണ്ടി സജ്ജമായി കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, വളരെ ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് തന്നെ മറ്റു ഭാഷകൾ പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിൽ നിന്ന് മാത്രമാണ് ഹിന്ദി ഭാഷാ പഠനം വിദ്യാർത്ഥികൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വളരെ ഭയത്തോടെയാണ് ഹിന്ദി ഭാഷയെ കാണുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി കോവിഡ് മഹാമാരി കാരണം വിദ്യാലയങ്ങൾ അടയ്ക്കുകയും അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ ഒരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ നടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഓഫ്ലൈൻ വിദ്യാഭ്യാസ രീതിയിൽ നിന്നും ഓൺലൈനിലേക്ക് വിദ്യാഭ്യാസ രീതി മാറുകയും ചെയ്തപ്പോൾ ഹിന്ദി ഭാഷ ഒരിക്കൽ പോലും ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മുടെ സ്കൂളിലെ 5-6 ക്ലാസ്സുകളിലെ കുട്ടികൾ ഇരിക്കാത്തത് കൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ നടന്നിരുന്ന ഓൺലൈൻ ക്ലാസ് PTA-കളിൽ
നമ്മുടെ 5ാം ക്ലാസ്സിലെയും 6ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾക്ക് ഹിന്ദി ഭാഷ പഠിക്കുന്നതിന്റെ പ്രയാസവും അവരുടെ ആശങ്കകളും അധ്യാപകരുമായി പങ്കുവച്ചിരുന്നു. അവരുടെ ആശങ്കകളെല്ലാം അകറ്റുന്ന രീതിയിൽ നവംബറിൽ വിദ്യാലയങ്ങൾ തുറക്കുകയും കുട്ടികൾക്ക് ഒരു അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നിന്ന് വിവിധ തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും അവസരം ലഭിച്ചിരിക്കുകയാണ്. കുട്ടികൾ അറിയാതെ തന്നെ ഹിന്ദി ഭാഷയെ വിവിധ തരം കളിയിലൂടെയും മറ്റ് പാട്ടിലൂടെയും പഠിക്കാനുള്ള അവസരങ്ങളാണ് സുരീലി ഹിന്ദി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിന്ദി ഭാഷയെ വിദ്യാർത്ഥികൾക്ക് ചേർത്ത് പിടിക്കാനും അവരുടെ പേടിയെല്ലാം അകറ്റി വളരെ താല്പര്യത്തോടെ ഹിന്ദി പഠിക്കാനും അവസരം നൽകിയ ഈ സുരീലി ഹിന്ദി പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അറിയിച്ചു കൊടുക്കുന്നു. माननीय गुरुजनों, दोस्तों, सहेलियों, सबको नमस्कार। आज हम हमारे स्कूल में सुरीली हिंदी नामक प्रोग्राम में भाग ले रहे हैं। इसमें आ गई सबको और भाग लेने वालों को भी मेरी ओर से आशीर्वाद देती हूँ। इस प्रोग्राम की कृतज्ञता ज्ञापन करते हैं हमारे आदरणीय हिंदी अध्यापक श्री सईद फजल साहब। इस सभागृह में सम्मिलित सबको मेरी ओर से प्यार भरा नमस्कार। आज हम सब सुरीली हिंदी नामक प्रोग्राम में बड़े धूमधाम से हमारे खनिया बेटा गवर्नमेंट यूपी स्कूल में मना रहे हैं। खुशी की बात है। വളരെ നല്ല നിലയിൽ രസകരമായി നമ്മുടെ പ്രോഗ്രാമിനെ ഞാനെല്ലാം ഹിന്ദിയിൽ പറയുന്നില്ല. നമ്മുടെ കുട്ടികളെ മാനിക്കണമല്ലോ. രസകരമായിട്ട് തന്നെ പാട്ടിലൂടെയും അഭിനയത്തിലൂടെയൊക്കെ സരളമായ രീതിയിൽ ഹിന്ദി ഭാഷയെ മനസ്സിലാക്കുന്നതിന് വേണ്ടി സർവശിക്ഷ അഭിയാൻ നമുക്ക് നൽകിയ ഒരു പ്രോഗ്രാമാണ് ഈ സുരീലി ഹിന്ദി. ഇത് വളരെ രസകരമായിട്ട് തന്നെ നമുക്ക് ഇവിടെ പ്രോഗ്രാം അരങ്ങേറേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. നന്ദി അർപ്പിക്കുക എന്നുള്ള കടമയാണ്. സമയം വളരെ വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. നമ്മുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി ഈ സുരീലി ഹിന്ദിയുമായി ബന്ധപ്പെട്ട വിവരണം നൽകിയത് നമ്മുടെ ആദരണീയനായ എച്ച്.എം. ജോസ് സാർ. അദ്ദേഹത്തിൻ്റെ സ്കൂളിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി അറിയിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ ആരോഗ്യകരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും സാറ് ഇന്നലെ വരെ വിളിച്ചു പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ട്, കോഴിക്കോട് ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്, എന്നാലും സാർ ഒരു നേരത്തെ അറിയിച്ചതല്ലേ ഞാനൊന്ന് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി നമുക്ക് നിർദ്ദേശം നൽകിയ, നമുക്ക് ഉദ്ഘാടനം നടത്തിയ നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ ഗായകനെ കൂടിയായ നമുക്കൊരു പാട്ട് എന്തായാലും പാടിത്തരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാറ് ഈ ഉദ്ഘാടന സെഷന് ശേഷം ഒരു പാട്ട് ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. സാറിനെ ഈ സ്കൂളിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സീനിയർ അധ്യാപകനായ സുരേഷ് സാർ, അതുപോലെ തന്നെ നമ്മുടെ ആദരണീയനായ PTA പ്രസിഡന്റ്, ഇതിൽ കുട്ടികൾ അദ്ദേഹത്തിന്റെ പേരൊന്നും എഴുതാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. PTA പ്രസിഡന്റിന് കോവി എന്ന് പറഞ്ഞിട്ടുള്ളായിരുന്നു. അത് സലീംക എന്ന് പറയേണ്ടിയിരുന്നു. എന്തായിരുന്നു, അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കാം. അദ്ദേഹത്തിനും ഈ സ്കൂളിന്റെയും എൻ്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ SRG കൺവീനറായ നമ്മുടെ സയ്യിദ് സാർ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും ഒപ്പം നിൽക്കുന്ന സാറും, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫിന്റെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്ന ഞങ്ങളുടെ സ്റ്റാഫ് സെക്രട്ടറി റൈഹാൻ ടീച്ചർക്കും, അതുപോലെ തന്നെ ഞങ്ങളുടെ
AB ക്ലാസ്സിലെ അധ്യക്ഷ ഭാഷണം നടത്തിയ മുഹമ്മദ് അമാനും AIC ക്ലാസ്സിലെ അമല സിപിക്കും ഈ പരിപാടികളിൽ എല്ലാ നിലക്കും സഹായിച്ച ഞങ്ങളുടെ സഹപ്രവർത്തകരായ അധ്യാപകർക്കും വിദ്യാർത്ഥിനികൾക്കും ഒരുമിച്ച് നന്ദി അറിയിച്ചുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഹിന്ദി.